ഇപ്പോ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കൗൺസിലർ തുടക്കം മുതൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ, മെഡിക്കൽ കോളേജിന്റെ വാർഡ് കൗൺസിലർ എന്ന നിലയിൽ കറണ്ട് പോയ നിമിഷം മുതൽ പുനഃസ്ഥാപിക്കുന്നതുവരെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇവിടെ എമർജൻസി എല്ലാ സ്ഥലത്തും എമർജൻസി, അതായത് ലേബർ റൂം, ഓക്സിജൻ കൊടുക്കുന്ന സ്ഥലത്ത്, തിയേറ്ററുകൾ, കുട്ടികളടക്കുന്ന OBN എല്ലായിടത്തും കറണ്ട് ഉണ്ടായിരുന്നു. കറണ്ട് പോയത് എവിടെയാണ്? വാർഡുകളിലാണ്. അത് പുനഃസ്ഥാപിച്ചു. വാർഡ് കൗൺസിലർ നിലയിൽ വളരെ 3.5 മണിക്കൂർ അദ്ദേഹം ചോദിച്ച കാര്യങ്ങളെല്ലാം കൂടുതൽ പറയും. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ പോലും ഈ സാങ്കേതികത്വം പറഞ്ഞാണ് ഇവർ ആദ്യം ഇത് പറഞ്ഞത്. ഇതിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായല്ലോ. ഒരു സംഭവം എല്ലായിടത്തും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ കറണ്ട് പോകാറില്ലേ? എല്ലായിടത്തും കറണ്ട് പോകാൻ അതുപോലെയല്ലോ. മെഡിക്കൽ കോളേജ് ഒരു സിസ്റ്റം അല്ലേ? അത് അവിടെ ഗവൺമെന്റും ആരോഗ്യവകുപ്പും പരിശോധിക്കേണ്ടതാണ്. അത് പിന്നത്തെ പ്രശ്നം. ഇവിടെ കറണ്ട് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് വാർഡ് കൗൺസിലർ നിലയിൽ ഇവിടുത്തെ ആരോഗ്യവകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടർ എന്ന നിലയിൽ ഇവിടെ ഡോക്ടറുണ്ട്, സൂപ്രണ്ടുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത് നമുക്ക് പിന്നെ നോക്കാന്നേ. ഇപ്പൊ നമുക്ക് കറണ്ട് പുനഃസ്ഥാപിക്കണമായിരുന്നു. പിന്നെ പുറത്ത് കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ രാജിവെക്കണമെന്ന് പറയുന്നതിനെ കാട്ടിയ ഒരു രോഗിയെ സഹായിക്കാത്ത കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാർ വന്ന് കേൾക്കൂ നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ്. എവിടെ സംഭവം ഉണ്ടായിരുമെന്ന് സർക്കാരിനെ രാജിവെക്കുക എന്ന് പറയുന്നത് ശരിയാണ് നടപടിയില്ല. ഞങ്ങൾക്ക് അതല്ലായിരുന്നു ആവശ്യം. ഞങ്ങൾക്ക് കൊച്ചു കുട്ടികളെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. അത് ആ കൃത്യം നിർവഹിച്ചിട്ടാണ് വാർഡ് കൗൺസിലർ, CPIMന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ DRL ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ആരോഗ്യവകുപ്പിന്റെ എല്ലാവരും ഉണ്ടായിരുന്നു. വീഴ്ച വന്നത് അത് പരിശോധിക്കണം. ആ തരത്തിലാണ് സുഹിൽ ഡെപ്യൂട്ടി മേയർ അടക്കം നമ്മളോട് പ്രതികരിക്കുന്നത്. അത് ഇനിയൊരു വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇത്തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും, പരിഹരിക്കും, സ്ഥിരമായ ഒരു സംവിധാനം ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരടക്കം സൂപ്രണ്ടടക്കം ആ കാര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും പറയുന്നുണ്ട്. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കൊക്കെ ഏതായാലും ആശ്വാസമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അവർ ഇത്തരത്തിൽ ICUവിൽ മറ്റിടങ്ങളിലൊന്നും അത്തരത്തിൽ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി ബന്ധം ഇല്ലാതെ ആയിട്ടില്ല. ഈ പേഷ്യൻസിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. വാർഡുകളിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നേരത്തെ മുതൽ പറയുന്നതാണ്. അതന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിട്ടുള്ളത്. ഏതായാലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു എന്നുള്ളത് ഇവിടുത്തെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. സുഖി ശരി, ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷഫീദ് റാവത്തൂർ കൂടി ചെയ്യുന്നു. ഷഫീദ്, ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ പറഞ്ഞത് വീട്ടിലായാലും ഹോസ്പിറ്റലായാലും വൈദ്യുതി പോകും. പക്ഷെ വൈദ്യുതി പോയതിലല്ല പ്രശ്നം, സാങ്കേതികത്വമൊക്കെ എല്ലാവരുടെയും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് വൈദ്യുതി പോയിട്ട് അത് പരിഹരിക്കാൻ 2 മണിക്കൂറേറെ എടുത്തു എന്നുള്ളതല്ല ഇതിന്റെ ഗൗരവകരമായ വിഷയം. ഷഫീദ്, ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ന്യായീകരണമൊന്നുമില്ല. ആരോഗ്യവകുപ്പാണെങ്കിലും PWD വകുപ്പാണെങ്കിലും ഒക്കെ അക്കാര്യത്തിൽ കുറ്റക്കാരാണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പ്രത്യേകിച്ച് ഇത് വെറുതെ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയല്ല. തലസ്ഥാന നഗരത്തിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. ആശുപത്രി പരിസരത്താണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടലും ഈ ഡെപ്യൂട്ടി മേയറുടെ പ്രതികരണമൊന്നും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമായി കാണാനും കഴിയില്ല. കാരണം എന്താണ് ഇതിന്റെ സാങ്കേതിക പ്രശ്നം എന്നുള്ള കാര്യം കൃത്യമായി തിരിച്ചറിയേണ്ട, മുൻകൂട്ടി അറിയേണ്ട ഉത്തരവാദിത്തം അത് ആരോഗ്യവകുപ്പിനും PWD വകുപ്പിനും മെയിൻ്റനൻസ് ചുമതലയുള്ള PWD വകുപ്പിനും ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നമുക്ക് വൈദ്യുതി വകുപ്പിനെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് സാങ്കേതികമായി ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവരുടെ ഇൻഡോർ ട്രാൻസ്ഫോമർ കണക്ടിവിറ്റി സംവിധാനം അത് ഓക്കെ ആക്കിയെങ്കിൽ മാത്രമേ അക്കാര്യത്തിലേക്ക് വൈദ്യുതി സപ്ലൈ ചെയ്യാൻ വൈദ്യുതി വകുപ്പിനെ കഴിയുള്ളൂ. ഇപ്പോൾ ഈ മണിക്കൂറുകളെ കാത്തിരുന്ന ഒരു അമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. അമ്മ, ഇത് എവിടുന്ന് വന്നേ അമ്മ? ഞാൻ കരിക്കകത്താണ് താമസം. ആരെ മോളാണ് കിടക്കുന്നത്? ചെറുമകള്. ഇത് എത്ര അമ്മ ഉണ്ടായിരുന്നു കറണ്ട് പോകുന്ന സമയത്ത്? വൈകുന്നേരം ഉണ്ടായിരുന്നു, സമയം ഓർമ്മയില്ല. ഈ ലേബർ റൂമിലായിരുന്നു മകള് അകത്ത് ലേബറില്ല. പ്രസവം കഴിഞ്ഞോ? ഇല്ല, അവര് വെപ്രാളേ ഉള്ളൂ. കറണ്ട് ഇല്ലായിരുന്നുള്ള അവസ്ഥ. ഒരു കുട്ടി കിടക്കണോണ്ട്, ഗർഭിണി കുട്ടിയാണെന്ന് പറഞ്ഞ അവര് പ്രയാസേ ഉള്ളൂ. 3 മണിക്കൂർ പ്രയാസപ്പെട്ടിരുന്നു. ഞാൻ കുഞ്ഞായിട്ടൊക്കെ ഓടി നടന്നു. അവസാനം പിന്നെ ഞങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റിയായിരുന്നു, അവരോട് സംസാരിക്കാൻ പറ്റിയായിരുന്നു. തിരക്കിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഓടിക്കൊണ്ട്, എനിക്ക് കൊച്ചിന്റെ കാര്യമുണ്ട്, ഞാൻ മുകളിൽ അങ്ങോട്ട് ഓടുമായിരുന്നു. ആശ്വാസമായില്ലേ? സന്തോഷം, ആശ്വാസം. 1000 നന്ദിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. പേടിച്ചു പോയിരുന്നു. അപ്രാളം അടിയാണോ ബഹളമാണോ എന്താ? ഇവരാരും ഒരു പ്രശ്നമല്ല. നമ്മളെ കൊച്ചിനൊന്നും ഇല്ലായിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുള്ളൂ, വേറെ ഒന്നുമില്ല. കറണ്ട് പോയതാണ് പ്രശ്നമായത്. പിന്നെ ഒന്നാമത് ഇതില്ല, ഫാനില്ല, നിറഞ്ഞ ഗർഭിണി, പ്രസവിക്കാൻ മരുന്ന് കൊടുത്ത് കിടത്തിയിരിക്കണം. ആ ഒരു പ്രയാസമേ ഉള്ളൂ. ശരി, ഈ അമ്മ പറഞ്ഞത് ഈ സാധാരണക്കാരുടെ ഒരു വിഷമമാണ്. കാരണം ഈ പ്രസവിക്കാൻ വേണ്ടി മരുന്ന് കൊടുത്തിട്ട് കിടത്തിയതാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, പ്രത്യേകിച്ച് ഈ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു കെട്ടിട പരിസരം മുഴുവൻ ഇരുട്ടിലാകുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ വേദനയോടെ കാത്തിരുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരുടെ ആ 3 മണിക്കൂറത്തെ ആശങ്കയ്ക്ക് ഒരു തരത്തിലും സർക്കാർ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം ഞാൻ ആവർത്തിച്ച് പറയുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ വളരെ പാവപ്പെട്ട മനുഷ്യരെത്തുന്ന ഒരു ആശുപത്രിയാണ്.
വിദഗ്ധ ചികിത്സ എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ അവർക്ക് മുൻപിലുള്ളത്. കാരണം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചാണെങ്കിലും ഈ തൈക്കാട് ആശുപത്രിയൊക്കെ ഉണ്ട്, അവിടെയൊക്കെയാണ് സാധാരണ ഈ നോർമൽ ഡെലിവറി ഇതൊക്കെ ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ ഷഫീദ പറഞ്ഞതുപോലെ സാങ്കേതികത്വം പറഞ്ഞ വകുപ്പുകൾ തമ്മിൽ തട്ടിക്കളിക്കാൻ എന്തായാലും കഴിയില്ല. ഒരു സംവിധാനത്തിന് പിഴ അവിടെ സംഭവിച്ചിരിക്കുന്നു.